വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗെയിമായ ഫാൾ ഔട്ടിൻ്റെ അഡാപ്റ്റേഷനാണ് ഈ സീരീസ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, വെസ്റ്റ് വേൾഡ് ഡയറക്റ്റ് ചെയ്ത ജൊനാഥൻ നോളനാണ് ചെയ്തിരിക്കുന്നത്. ഫാൾ ഔട്ട് ഗെയിമിന് ഒരു കാനോണായിട്ടും സെയിം ഗെയിം വേൾഡിലും ഗെയിമിൻ്റെ ഒരു കണ്ടിന്യൂഷനൊക്കെ ആയിട്ടാണ് ഈ സീരീസ് ഇറങ്ങിയിരിക്കുന്നത്. ബട്ട് ഫസ്റ്റ് സീസണിലെ 8 എപ്പിസോഡും ഗെയിമുമായി യാതൊരു കണക്ഷൻ ഇല്ല. എന്നാൽ അവിടെ ഇവിടെ കുറേ ഈസ്റ്റർ എഗ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും അറിയേണ്ടതില്ല അതിലേക്ക് വരുമ്പോൾ. സോ എന്തായാലും ഞാൻ ഈ സീരീസിലെ കുറച്ച് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അപ്പോൾ അതിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ന്യൂക്ലിയർ വാറിന് ശേഷം അവിടെ സർവൈവ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ബ്രദർഹുഡ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത്. US മിലിറ്ററിയുടെ അണ്ടറിൽ വരുന്ന ഒരു ഗ്രൂപ്പാണിത്. അപ്പോൾ ഇവർ അവിടെയുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസൊക്കെ കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യുന്നു. ബട്ട് അവരുടെ നോളജ് വേറെ ആർക്കും അവർ ഷെയർ ചെയ്യില്ല. ഈവൻ വേസ്റ്റ് ലാൻഡിലുള്ളവരുടെ ലൈഫ് ബെറ്റർ ആക്കുമെങ്കിലും ഇവർ ആർക്കും അതുവരെ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കാരണം അവർ പറയുന്നത് ഹ്യൂമാനിറ്റീനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവർ മറ്റൊരു അപ്പോക്കാലിപ്സ് ഉണ്ടാവാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുകയാണ്. നെക്സ്റ്റ് വരുന്നതാണ് എൻക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാൾ ഔട്ട് ഗെയിമിലൊക്കെ മെയിനായിട്ട് വരുന്ന വില്ലന്മാർ ഇവരാണ്. സീരീസിലോട്ട് വരുമ്പോൾ ഷോ ആ ഗെയിം ലോറിലോട്ട് അത്ര ഡീപ്പായിട്ട് വരുന്നില്ല, ജസ്റ്റ് നെയിമിലൂടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ സീരീസ് വരുന്നത് ഞാൻ പറഞ്ഞ സ്പോയിലർ ആയി പോകും. സോ നിങ്ങൾ അത് തന്നെ കണ്ടു നോക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഗോൾ എന്ന് പറയുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഈ ഷോയിലുള്ളത് ഒരു ഗോളാണ്. സോ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടേഴ്സാണ്. ഈ ന്യൂക്ലിയർ വാൾ ഫാൾ ഔട്ട് ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഹ്യൂമൻസൊക്കെ റേഡിയേഷൻ മൂലം ഗോൾസായി മാറി. അതിൽ ആനിമൽസും ഉണ്ട്. സോ ഈ റേഡിയേഷൻ്റെ എഫക്റ്റ് കാരണം അവർക്ക് നോർമൽ ഹ്യൂമൻസിനേക്കാൾ കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. ഗോളിഫിക്കേഷൻ എന്നാണ് ആ പ്രോസസ്സിനെ പറയുന്നത്. അപ്പോൾ അവർക്ക് നോർമൽ ഹ്യൂമൻസിനെ പോലെ ഫുഡ് കഴിക്കാം, ഡ്രഗ്സ് യൂസ് ചെയ്യാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരുടെ സ്കിന്നും ഇതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിലേക്ക് മാറി. ഒരു സ്കെലട്ടൻ നമ്മുടെ എന്താ പറയുക, ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചറില്ല, അതിനകത്ത് ആ റെഡ് സ്കള്ളിനെ കൂട്ടൊക്കെ ആ ഒരു ഇതിലേക്ക് എത്തി നിൽക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ അതിലും ഇതായിട്ട് വരുന്നവരുണ്ട്. ബട്ട് ഗോളായ ചിലർക്ക് മാത്രമേ ഈ മനുഷ്യരെ പോലെ തിങ്ക് ചെയ്യാനും ജീവിക്കാനും പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ സോംബീസിനെ പോലെ ആയി മാറും. ഇവൻ ആനിമൽസ് വരെ വളരെ മ്യൂട്ടൻസ് ആയിട്ട് ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഗോൾസൊക്കെ റേഡിയേഷൻ കാരണം ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ഇതിനകത്തേക്കും വന്നിട്ടുണ്ട്. ഈ ഫാൾ ഔട്ട് സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം എന്ന് പറയുകയാണെങ്കിൽ വളരെ ഗംഭീരമായിരുന്നു. കാരണം നമുക്ക് ആ തുടങ്ങുന്നു 80s ടൈം, അവിടെ ഒരു ഫാൾ ഔട്ട് ഉണ്ടാകുന്നു, ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അവിടെ ഫുള്ള് നശിക്കുകയാണ്. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇത് വളരെ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെറ്റിങ്സും ആ ഒരു VFX വർക്കും എല്ലാം കിടലിനാണ്. ദെൻ അഗെയിൻ ആ ഒരു എക്സ്പ്ലോഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഡൗൺ ആവുന്നുണ്ട്. പിന്നെ അഗെയിൻ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് വീണ്ടും ഉയർന്നു വരുന്നു. പിന്നെ ഫുൾ ഗ്രാഫ് നല്ല രീതിയിലാണ് തന്നെ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോറി പറഞ്ഞു പോകുന്നത് 3 ക്യാരക്ടറിലൂടെയാണ്. ഒന്ന് ലൂസി, പിന്നെ മാക്സിമസ്, ദെൻ ഗോൾ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ക്യാരക്ടർ ലൂസിയാണ്. അപ്പോൾ വാൾടെക് 200 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഫാൾ ഔട്ട് ഷെൽട്ടറുകളിൽ ഒന്നാണ് വാൾട്ട് 33 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെൽട്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഈ ഒരു ന്യൂക്ലിയർ ആ ഒരു ടൈമിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഈ അണ്ടർഗ്രൗണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഷെൽട്ടേഴ്സാണ്. അവിടെയാണ് ഇപ്പോൾ ഇവരൊക്കെ താമസിക്കുന്നത്, ഹ്യൂമൻസൊക്കെ ഓൾമോസ്റ്റ് താമസിക്കുന്നത്, എന്നാൽ പുറത്ത് താമസിക്കുന്നവരും ഉണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ ലൂസി ജനിച്ചതുമെല്ലാം. സോ ഇവൾ ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. ബട്ട് ഇവർ താമസിക്കുന്ന വാൾട്ട് 33 ഔട്ട്സൈഡേഴ്സ് അറ്റാക്ക് ചെയ്യുന്നു. തുടർന്ന് ലൂസിയുടെ ഫാദറിനെ തട്ടിക്കൊണ്ട് പോകുന്നു. ഇവിടെയാണ് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫാദറിനെ രക്ഷിക്കാൻ ലൂസി ആദ്യമായി പുറത്തേക്ക്, അതായത് ആ വെസ്റ്റ് ലാൻഡിലേക്ക് പോവുകയാണ്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡാണ്. അവിടേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ലൂസി. നെക്സ്റ്റ് വരുന്നത് മാക്സിമസ് ആണ്, അതായത് ആരോൺ മോണ്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. വൺ ഓഫ് ദ മെയിൻ ലീഡാണ്. ഒരു ഓർഫനാണ് ഈ വാർ ടൈമിലുള്ള. സോ ചെറുപ്പത്തിൽ തന്നെ റെഫ്യൂജിയായി ഈ ബ്രദർഹുഡ് ഓഫ് സ്റ്റീൽ ചേരുകയാണ്. മാക്സിമസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ഓക്വേർഡ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ ചേരുന്ന ആളുമല്ലായിരുന്നു. കാരണം ആളൊരു കവേർഡ് ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ ക്യാരക്ടർ ആദ്യം. പിന്നീട് നടക്കുന്ന കുറേ ഇൻസിഡൻസ് എന്തോ എല്ലാം കൊള്ളാമെന്ന് തോന്നിപ്പിച്ചു. ഹ്യൂമറായാലും അതുപോലെ തന്നെ പവർ സ്യൂട്ട് കിട്ടുമ്പോഴുള്ള ഒരു മാനറിസം അതൊക്കെ നൈസായിരുന്നു. അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കൊള്ളാമെന്ന് തോന്നി. ബട്ട് ഇതൊന്നുമല്ല മക്കളെ ഏറ്റവും അടിപൊളി. അത് ഗോൾ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഫാൾ ഔട്ട് സീരീസിൽ ഇതുവരെ കണ്ടത് വാർ ഡിസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിലും ഗോൾ ക്യാരക്ടർ വന്നപ്പോൾ കുറച്ച് ഫാൻറ്റസിക്കലായി മാറി വരെ തോന്നി. വാൾട്ടൻ ഗോഗിൻസ് ആണ് ഗോൾ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ്, ടോക്ക് ആൻഡ് സ്റ്റൈൽ എല്ലാം കൊണ്ട് തന്നെ ചുമ്മാ സ്ക്രീൻ പ്രസൻസ് ആണ് ഇങ്ങനെ കിട്ടില്ല, പെർഫോമൻസുമാണ്. സോ ഓവറോൾ ഒരു വോർത്തി ഷോ തന്നെയാണ്. ഫെയ്റ്റ്ഫുൾ ടു ദ ഗെയിം എന്നൊക്കെ പറയാം. കുറേ മ്യൂട്ടൻസ് ആയിട്ടുള്ള കുറേ ആനിമൽസ് ഒക്കെ അത് വരുന്നുണ്ട്. അതുപോലെ സോ എനിക്ക് ഭയങ്കരമായിട്ട് അനോയിങ് ആയിട്ട് തോന്നിയത് ഒരു കാര്യമായിരുന്നു ഇതിലെ 80s മ്യൂസിക്. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, പിന്നീട് അങ്ങോട്ട് പോകുന്നതിനും വരുന്നതിനും ഒക്കെ കേൾക്കുമ്പോൾ നല്ല ബോറായിട്ട് തോന്നി. അത് ഒഴിച്ചു നിർത്തിയാൽ ഓക്കെയാണ്. കാരണം അനാവശ്യം എന്നല്ല, എല്ലാത്തിലും ഒരു ടൈപ്പ് മ്യൂസിക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അത് കുറച്ച് ഇതായി തോന്നി. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. വളരെ മികച്ചൊരു സീരീസ് തന്നെയാണ്. കിടിലനായിട്ട് എൻജോയ് ചെയ്ത് പോവാം. 8 എപ്പിസോഡുകളാണ് ഉള്ളത്. സോ വാച്ച് ഇറ്റ്.